നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയായിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മോര് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ മോര് കറി ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ഈ ഒരു മോര് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്നും. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഒഴിച്ചു ചൂടായതിന് ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമ്മളൊരു 5 വെളുത്തുള്ളി ഉണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 മുതൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് പൊടികളെല്ലാം ചേർത്തിട്ട് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കുക. ആ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ. ഇനി നമുക്ക് വേണ്ട തക്കാളിയാണ്. 1 തക്കാളി അരിഞ്ഞതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്. ശർക്കരയാണ്. ഒരു അച്ച് ശർക്കരയുടെ ഒരു 1/4 പോർഷനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഉരുകി വരണം ഇനി. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു പുളിയും പിന്നെ എരിവും മധുരം എല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ കറികൾക്ക് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഉരുകി വരണം. സവാളയും തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി തണുത്തതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അരച്ചെടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം തൈര് ചേർക്കുന്നുണ്ട്. പുളി കൂടുതലാണെങ്കിൽ അത്രയും ചേർക്കണ്ട. അപ്പം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പുണ്ടല്ലോ, ആ ഒരു അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടെ ജാറിലൊന്ന് ജസ്റ്റ് ഒഴിച്ചിട്ട് അതിലേക്ക് ചേർക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആ അരച്ചെടുത്ത ആ ഒരു കട്ടിയിൽ മതി എന്നുണ്ടെങ്കിൽ അതിലേക്ക് താളിച്ച് ചേർത്താലും മതി. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരണം. ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മോര് കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നതൊന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്. പിന്നെ മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട്. പക്ഷേ ആ ശർക്കരയുടെ ആ ഒരു മധുരം ഇഷ്ടമല്ലാത്തവർക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.